ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൂമീസ് വ്ലോഗ്. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് കഴിഞ്ഞ മാസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ഒരു വീഡിയോ ആണിത്. അന്ന് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ വൈമാളിയിൽ കണ്ട പോയത്. അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു 7:30 കഴിച്ചിട്ടുണ്ട്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പോയിട്ടുള്ളത് കേട്ടോ. 7:30 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പാർക്കിങ് ബാക്കിലേക്ക് പോകാൻ ആ സെക്യൂരിറ്റി പറഞ്ഞു. ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, ലേഡീസ് അല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് ഇവിടെ തന്നെ തന്നു. ഇവിടെ താഴെ തന്നെ ഇടാന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ചു നേരമൊക്കെ വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ബാക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് നടക്കണം. അവിടുന്ന് ഇങ്ങോട്ട് പിള്ളേരെയും കൊണ്ട് നടക്കണം. വീണ്ടും നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് സാധനങ്ങളായിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ പോകണ്ടേ. അതുകൊണ്ട് തന്നെ അവിടെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തന്നെ നിന്നത്. രാത്രിയല്ലേ എന്ന് വിചാരിച്ചു. രാത്രി ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പാർക്കിങ്ങിനുള്ള സ്ഥലം കിട്ടി കേട്ടോ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ലിഫ്റ്റിൽ കയറി മേലേക്ക് പോയിട്ടാ. നേരെ പോയത് പ്ലേ ഏരിയയിലേക്ക് തന്നെയാണ് കേട്ടോ. അവർക്ക് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നത്. പ്ലേ ഏരിയയിൽ പോകണം, ഫുഡ് കഴിക്കണം, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ നേരെ പ്ലേ ഏരിയയിൽ പോയി അവർക്ക് ഇഷ്ടപ്പെട്ട ഇതിൽ തന്നെ നിന്നപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്ലേ ഏരിയ ഒക്കെ ഒന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് അവിടെ ആയിട്ട്. ഞങ്ങൾ കുറച്ച് നാളായി പോയിട്ട്. ഇപ്പൊ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ആദ്യമൊക്കെ ഇടക്കിടക്ക് വരാറുണ്ടായിരുന്നു. ഇടക്ക് ഇവിടുന്നാണ് പർച്ചേസിംഗ് ഒക്കെ ചെയ്യാറ് ഞങ്ങള്. പിന്നെ അപ്പൊ പർച്ചേസിങ് ചെയ്ത് കഴിഞ്ഞാൽ ഫുഡൊക്കെ കഴിച്ചതുപോലെ പ്ലേ ഏരിയയിലൊക്കെ പോയി കളിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ പോവാറ് കേട്ടാ. ഞങ്ങളല്ല, കുട്ടികളാണ്. പ്ലേ ഏരിയയിലൊക്കെ പോയി അപ്പൊ അവരെ അവിടെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസിങ് ചെയ്യാനും എളുപ്പമാണ്. അപ്പൊ അവരെ എപ്പോഴും നമ്മളെ കൂടെ നടത്തണ്ടല്ലോ. അപ്പൊ അവരെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പർച്ചേസിങ് ചെയ്യാം. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വരാറ് കേട്ടാ. അപ്പൊ ഇതിപ്പോ രാത്രിയല്ലേ, നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഫുഡ് കഴിക്കാനും ഇതുപോലെ മക്കൾക്ക് ഒരു എൻജോയ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ജോലിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അന്നത്തെ ദിവസം നേരത്തെ വരാൻ പറ്റിയില്ല. അങ്ങനെ കുറച്ച് നേരം, ഇത് 3 മിനിറ്റ് ആണ് കേട്ടോ. ഒരു ടൈമൊക്കെ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് തന്നിട്ടുള്ളത്. 3 മിനിറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല. 3 മിനിറ്റുള്ള ഒരു ഗെയിമാണിത്. അങ്ങനെ അത് കുറച്ചു നേരം അങ്ങനെ കളിച്ചിട്ട് ഞങ്ങള് മാറിയിരിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ ആളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഇരുത്തിയിട്ടാ. എൻ്റെ അടുത്ത് മൂത്ത ആളാണ് ഉണ്ടായിരുന്നത്, കുഞ്ഞുമോള്. അപ്പോൾ കുറച്ചു നേരം എൻ്റെ അടുത്ത് കുഞ്ഞുമോള് ഇരുന്നിട്ട് പിന്നെ വിന്നോസിനെയും കൂടിയിട്ട് എൻ്റെ അടുത്ത് ഇരുത്തി ഓടിച്ചിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങള് വേറെ ഗെയിമിലേക്ക് പോയത്. വേറെ ഗെയിമിലേക്ക് എന്ന് വെച്ചാൽ കുട്ടികളാണ്, ഞങ്ങളല്ല. അപ്പൊ ഞങ്ങള് വീഡിയോസ് എടുക്കാനായിട്ട് അവിടുത്തെ പയ്യന്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവനാണ് വീഡിയോസ് ഒക്കെ എടുത്തു തന്നത്. അപ്പൊ കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ ആൾ എടുത്തു തന്നു കേട്ടോ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ ഗെയിമിലേക്ക് പോയി. കുട്ടികൾക്ക് അവർക്ക് വേറൊരു ഗെയിം വേണമെന്നിട്ട് അങ്ങനെ വേറെ ഗെയിമിലേക്ക് പോയിട്ടാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഗെയിമാണ് ട്ടോ എടുത്തത് അവള്. അപ്പൊ ഇന്നോസിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഗെയിം. അപ്പൊ അതങ്ങനെ മുമ്പ് വന്നപ്പോ കളിച്ചപ്പോ അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഇതൊക്കെ കളിക്കാനായിട്ട് നമ്മള് വരുമ്പോ ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടുന്ന് ഒരു കാർഡ് എടുക്കണം കേട്ടോ. ആ കാർഡിന് എത്രയോ 500 സംതിങ് ആണെന്ന് തോന്നുന്നുണ്ട് അതിന്റെ എമൗണ്ട് വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ കയ്യിൽ കാർഡ് ആദ്യം ഉള്ളത് കൊണ്ട് ആദ്യമൊന്നും കാർഡ് സൂക്ഷിച്ചിരുന്നില്ല കേട്ടാ. പിന്നെ നമ്മൾ എപ്പോഴും ഇങ്ങനെ വരുന്ന കാരണം കാർഡ് സൂക്ഷിച്ചു വെച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാർഡിന്റെ ക്യാഷ് നമുക്ക് ലാഭമായി കിട്ടി. പിന്നെ നമ്മൾ ഓരോ കളിക്കനുസരിച്ച് അത് റീചാർജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ ഓരോ കളിക്കും ഇത്ര എമൗണ്ട് എന്നൊരു പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് റീചാർജ് ചെയ്താൽ മതി. ഇപ്പൊ നമ്മൾ ആദ്യം 120 ആ കാറിന്റെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മള് ഇതിലേക്ക് 50-60 അങ്ങനെ എന്തോ ആണ്. കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല. ഞാൻ താഴെ കാർ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കാർ ലോക്ക് ചെയ്യാൻ വേണ്ടി പോയ കാരണം ഇതിൽ എത്ര എമൗണ്ട് കൊടുത്തതെന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അപ്പൊ ഇത് അവള് നന്നായി ചെയ്യുന്നുണ്ട് കേട്ടാ. അപ്പൊ കഴിഞ്ഞ തവണ ഇതിനേക്കാളും ചെറുതായിരുന്നു. വന്നപ്പോ ആള് നന്നായിട്ട് തന്നെ കളിച്ചു വന്ന് ഫസ്റ്റ് കിട്ടിയിട്ടാ. ഫസ്റ്റ് കിട്ടിയാൽ ഒരു കാര്യമുണ്ട്, നമുക്ക് വീണ്ടും ഒരു തവണയും കൂടി കളിക്കാൻ പറ്റും ഫ്രീ ആയിട്ട് തന്നെ. ഇത്തവണ അവൾക്ക് സെക്കൻഡ് ആണ് കിട്ടിയത്. അപ്പൊ അവൾക്ക് ഇത്തിരി നിരാശയായി. നല്ല പോലെ തന്നെ കളിച്ച ആള്, പക്ഷെ സെക്കൻഡ് ആണ് കിട്ടിയത് കേട്ടാ. മോൾക്ക് കുറച്ച് വിഷമായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമുക്ക് വീണ്ടും വരാം, വേറെ കളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആളെ ഒന്ന് ആശ്വസിപ്പിച്ച് മാറ്റി നിർത്തി. എന്നിട്ട് പിന്നെ കുറച്ചു നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് അങ്ങനെ നിന്നു. അവര് ഹാപ്പി ആയിരുന്നു കേട്ടോ എല്ലാം കൊണ്ടും. അവർക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അവര് ഹാപ്പി ആയിരുന്നു. അവരുടെ കാരണമാണ് കേട്ടോ ഇപ്പൊ വന്നേക്കണത് ഇവിടെ തന്നെ. അങ്ങനെ അവിടെ കുറെ നേരം അവർ കളിക്കൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അവർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഐസ്ക്രീം കഴിക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടാ. അപ്പൊ മിന്നൂസിന് വാനില മതി എന്ന് പറഞ്ഞു. അവൾക്ക് ഇങ്ങനെ ഒന്നും കാണുന്നൊന്നും ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വാനില മതി എന്ന് പറഞ്ഞ്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് വാനില ഐസ്ക്രീം കേട്ടോ. അപ്പൊ മുഞ്ഞുമോൾക്ക് ചോക്ലേറ്റ് ആണ് പറഞ്ഞത്. അപ്പൊ മുഞ്ഞുമോള് ചോക്ലേറ്റ് തന്നെ വാങ്ങി. പക്ഷെ ഈ നല്ല ക്വാണ്ടിറ്റി ഉള്ള ഐസ്ക്രീമാണ് കേട്ടോ. പക്ഷെ ഇവര് മുഴുവനായിട്ട് കഴിക്കില്ല, പകുതിയെ കഴിക്കുള്ളൂ. ആ ഒരു ഇഷ്ടത്തിനാണ്ട് വാങ്ങിയാലും മുഴുവനായിട്ട് അവർ കഴിക്കാറില്ല. പകുതി കഴിക്കും, പിന്നെ ബാക്കി നമ്മൾ കഴിക്കേണ്ടി വരും. ഞങ്ങൾക്ക് വാങ്ങിയില്ല കേട്ടാ.
അപ്പൊ അവരെന്തായാലും ബാക്കിയാകുമെന്ന് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ 9:30 ഒക്കെ കഴിഞ്ഞു ട്ടാ. കളിയൊക്കെ കഴിഞ്ഞപ്പോ 9:30 കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫുഡിന്റെ ഏരിയയിലേക്ക് ഞങ്ങൾ പോയി. അപ്പൊ അവിടുന്ന് മുന്നുമോളുടെ സ്കൂളിലെ ഒരു പേരന്റും കുട്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരായിട്ട് കുറച്ചു നേരമൊക്കെ ഒന്ന് സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എന്താ വേണ്ടതെന്നുള്ളത് നോക്കി. അങ്ങനെ ചിക്കിങ് ആണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത്. അവിടെ അങ്ങനത്തെ ഫുഡാണ്, ചിക്കിങ്, മന്തി, ഷവർമ്മ അങ്ങനത്തെ ഫുഡൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പൊ നമുക്ക് ചിക്കിങ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചിക്കിങ് ആണ് എടുത്തിട്ടുള്ളത്. അവർക്ക് ചിക്കിങ് മതി എന്ന് പറഞ്ഞ്. പിന്നെ മിന്നൂസിനാണെങ്കിൽ പിസ്സ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പിസ്സ അവൾക്ക് വേണമെന്ന് നിർബന്ധം പറഞ്ഞു. അപ്പൊ ചിക്കിങ് തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പിസ്സ വേണ്ടാന്ന് പറഞ്ഞപ്പോഴും അവൾക്ക് നിർബന്ധം പിസ്സ വേണമെന്ന്. അങ്ങനെ ഞങ്ങള് ചെറിയൊരു പിസ്സക്കുള്ള ഓർഡർ കൊടുത്തിട്ടാ. വലിയ എമൗണ്ട് ഒന്നും വന്നിട്ടില്ല, ഒരു 100ന്റെ താഴെ, 99 അങ്ങനെ എന്തോ ആണ് ആ ഒരു എമൗണ്ടിൽ ചെറിയൊരു പിസ്സയാണ് കേട്ടാ പറഞ്ഞത്. അങ്ങനെ അത് കഴിക്കാനായിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് അത് ചെയ്യാനായിട്ട് കുറച്ചു നേരം ഉണ്ട്. അപ്പൊ അതിലിടക്ക് ഞാൻ അവിടുത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്തു, എല്ലാ ഭാഗത്തെ വീഡിയോസും. എന്തോ ഇത്തവണ ഇത്തിരി തിരക്ക് കുറവായിരുന്നു കേട്ടാ. മറ്റത് ഇങ്ങനൊന്നും അല്ല കേട്ടാ, നല്ല തിരക്കുണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ കുറച്ച് തിരക്ക് കുറവാണ്. അപ്പൊ അവർക്ക് അവിടുന്ന് ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടാ. പിന്നെ താഴെ ബിരിയാണി, നെയ്ച്ചോറ്, ബീഫ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ താഴെ ഉണ്ട് കേട്ടാ. നമ്മൾ താഴത്തേക്ക് പോയിട്ടില്ല. അവിടുന്ന് വാങ്ങിയിട്ട് നമുക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാട്ടാ. അപ്പോഴേക്കും അവർക്കുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ബില്ലൊക്കെ ആദ്യം പേ ചെയ്തുള്ളതാണ്. അപ്പൊ നമ്മൾ തന്നെ പോയി വാങ്ങണം. അത് കഴിഞ്ഞിട്ട് അവർക്കുള്ള കാര്യം ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ മിന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിസ്സ. ഇടക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കാന്ന് പറയും. അപ്പൊ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ ക്യാപ്സിക്കം, സബോള അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇടുമല്ലോ. അത് കാരണം അവൾക്ക് അത്രയായിട്ട് താല്പര്യമില്ല. ഇതിലിപ്പോ ഒന്നും കാണുന്നില്ല, അത് കാരണം അവൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾക്കുള്ള ഫുഡും വന്നിട്ടാ. അവർക്കും ഇത് ഇഷ്ടമാണ്, ചിക്കൻ ഇഷ്ടം തന്നെയാണ്. പക്ഷെ ഏറ്റവും ഇഷ്ടം പിസ്സ ഉണ്ടാവും മിന്നൂസിന്. അപ്പൊ ഞങ്ങൾക്കുള്ളത് വന്നു. പിന്നെ കോളയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞങ്ങൾക്ക് കോള വേണ്ടാന്ന് പറഞ്ഞ് സ്പ്രൈറ്റ് മതി എന്ന് പറഞ്ഞിട്ടാ. അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഉള്ളത്. അപ്പൊ ഇതെന്തായാലും ബാക്കിയാവും. അപ്പൊ അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ വാഷ് ഏരിയയിലേക്ക് വന്നു. അപ്പൊ ഇത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. കൈ കഴുകി കഴിഞ്ഞാൽ ഇതൊന്ന് ഉണക്കി എടുക്കണ ആ ഒരു ഇതുണ്ടല്ലോ, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാനായിട്ട്. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് കുറച്ചു നേരം അവിടെ ഒന്ന് കറങ്ങി, അവിടെ വീഡിയോസ് ഒക്കെ എടുത്തു കേട്ടാ. പിന്നെ ഫോണിന്റെ കവറൊക്കെ ഉണ്ട്, വാങ്ങിച്ചോ ചാച്ചി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കിപ്പോ ഫോണിന്റെ കവറൊന്നും വേണ്ടത് മതി എന്നൊക്കെ പറഞ്ഞിട്ട് നിക്കാറുന്നു കേട്ടാ. അങ്ങനെ കുറച്ചു നേരം അവിടെ കറങ്ങി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്താ. പിന്നെ ഐസ്ക്രീം വേണമെന്ന് വെച്ചപ്പോ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഫുഡ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പാർസൽ ചെയ്യാൻ വേണ്ടി നിന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ലോകയുടെ പോസ്റ്റർ കാണുന്നത്. അപ്പൊ മിന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് ഈ ലോക സിനിമ കണ്ടേ. പിന്നെ കല്യാണി പ്രിയദർശനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട് ആള്. അങ്ങനെ താഴത്തെ ഫ്ലോറിൽ ഇറങ്ങിയിട്ട് അപ്പൊ താഴെ പർപ്പിളിന്റെ ഒരു ഷോപ്പ് കണ്ട്. അപ്പൊ അവൾക്ക് മുന്നിമോൾക്ക് അവിടുന്ന് ലിപ്സ്റ്റിക് വാങ്ങണം, അത് വാങ്ങണം, ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവളുടെ അമ്മ ചീത്ത പറയുന്നുണ്ട്, എല്ലാം വാങ്ങി അവിടെ കൊണ്ടുവയ്ക്കാനാണ്, ഇതൊന്നും എപ്പോഴും ഉപയോഗിക്കുന്നതല്ല, വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ അതൊന്നും വാങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അവൾക്ക് ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോ അത് ശരിയായില്ല. അപ്പൊ അതുകൊണ്ട് അവിടുന്ന് ഡ്രസ്സൊന്നും എടുത്തില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ഇത് ഏറ്റവും താഴത്തെ ഒരു ഭാഗമാണ് ഇട്ടത്. അപ്പൊ അവിടെ എന്തോ ഓഫറിലൊക്കെ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ ഭാഗമൊന്നും കവർ ചെയ്തിട്ടില്ല കേട്ടോ. അവർക്ക് കളിക്കുന്ന ഒരു ഭാഗം, കുറച്ച് ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ പർച്ചേസിങ്, ബാക്കിയുള്ള പർച്ചേസിങ്ങിനൊന്നും നമ്മൾ നിന്നിട്ടില്ല. അപ്പൊ അവിടെ സുഡിയോയുടെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ കുറച്ചു നേരം കൂടി അവിടെ ഒന്ന് കറങ്ങിയിട്ടാ. എല്ലാ ഭാഗത്തും പോയിട്ടൊന്നുമില്ല. നമ്മൾ ഇറങ്ങി വരുന്ന ഭാഗം മാത്രം ഒന്ന് കവർ ചെയ്തിട്ട് ഇവിടെ പോകുന്നു. പിന്നെ ഫുഡ് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ടൈം 10 മണിയോട് അടുത്തായിക്കണം. പിന്നെ അത് കഴിച്ചിരുന്ന സമയം തന്നെ കുറച്ച് പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം ആയിക്കണം, 10-10:30 കഴിഞ്ഞേക്കണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പൊ പിന്നെ ഇവർക്ക് സ്കൂളുണ്ട് പിറ്റേ ദിവസം, വേഗം വീട്ടിലെത്തണം. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ടോയ്സിന്റെ ഷോപ്പ് കണ്ടപ്പോ ആ ഷോപ്പിൽ കയറിയിട്ട് അപ്പൊ ഇങ്ങനെ കേറിയാലൊക്കെ എന്തെങ്കിലും വാങ്ങിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ ഇത്തവണ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടാ. ടോയ്സ് ഒക്കെ ഒരുപാടുണ്ട്. അങ്ങനെ ഞങ്ങള് നേരെ വീട്ടിലേക്ക് പോവാൻ ലിഫ്റ്റിൽ കയറിയിട്ടാ. പിന്നെ നമ്മളെ കാർ പാർക്കിങ്ങിലേക്ക് പോവാണ്. മക്കൾക്ക് ഈ ടൈമിൽ പോരാനും ഇഷ്ടമല്ല കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം പകല് നമുക്ക് വരാന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. നമ്മൾ പാർക്കിംഗ് ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ കുറച്ച് തിരക്കൊക്കെ കുറഞ്ഞിരിക്കണ്. ഓവറായിട്ടുള്ള തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. എന്നാലും ഈ പാർക്കിങ്ങിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ വണ്ടികൾ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന്. അപ്പൊ പിന്നെ നമ്മള് ലേഡീസ് ആണെന്ന് പറഞ്ഞപ്പോ അവിടെ തന്നെ ഇടാനുള്ള ഒരു സ്പേസ് അവർ തന്നത്. അല്ലെങ്കിൽ അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല, വന്ന ടൈമിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിയിൽ കയറി എല്ലാരും ഇപ്പൊ പോവാണ്. അപ്പൊ രാത്രിയിലൊക്കെ വരുമ്പോ കഴിയുന്നതും ഇവിടെ തന്നെ പാർക്ക് ചെയ്യണ്ട കുറച്ചുകൂടി നല്ലത്. ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുമ്പോ കുഴപ്പമില്ല. പക്ഷെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് നടക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും മടിയാണ്. പിന്നെ കഴിഞ്ഞാലും വീണ്ടും നമ്മൾ അങ്ങോട്ട് തന്നെ നടക്കണ്ട. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര മടിയാണ് കേട്ടാ. അപ്പൊ ഇപ്പൊ പോകുമ്പോ തന്നെ കാണാം അവർക്കുള്ള ദൂരം എത്രത്തോളം ഉണ്ടെന്നുള്ളത്.
അപ്പൊ രാത്രി ആയതുകൊണ്ടാണ് ട്ടോ. അപ്പൊ കുറച്ച് തിരക്കും കുറവാണ്. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടിയതിട്ടാ. അതല്ലെങ്കിൽ പകലാണെങ്കിൽ നമുക്ക് ഒട്ടും കിട്ടില്ല ഇവിടെ കേട്ടോ. പകല് നമ്മള് പുറത്ത് തന്നെ പോയി പാർക്ക് ചെയ്യണം. വൈമാളിന്റെ പാർക്കിംഗ് തന്നെയാണ്. ഇതിന്റെ മുകളിൽ കൂടെ ഉണ്ട് ഹൈവേ പോകുന്നത്. അപ്പോ നമ്മളിപ്പോ അവിടെ പാർക്കിംഗ് കിട്ടില്ല എങ്കിൽ നമ്മളിപ്പോ ഇവിടെ വേണം നമ്മൾ പാർക്ക് ചെയ്യാനായിട്ട്. ഇപ്പൊ വണ്ടികളൊക്കെ കിടക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഇവിടെ വലിയൊരു പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. അപ്പോ ഇവിടെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിപ്പോ വൈമാളിക്ക് വന്നത്. ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനും പിന്നെ അവർക്ക് കളിക്കാനൊക്കെ ആയിട്ടാണ് വന്നത്. പർച്ചേസിംഗ് ഒന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടാ. അപ്പൊ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്